ദക്ഷന് പരമശിവനിൽ വിരോധം ജനിച്ച കഥ. വിവാഹാനന്തരം സതിയും പരമശിവനും ദക്ഷഗ്രഹത്തിൽ വാസമാക്കി. വിവിധ ലീലകളിലുമായി പരമശിവനും സതീദേവിയും ദക്ഷഗ്രഹത്തെ സ്വർഗതുല്യമാക്കി. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. തന്റെ മകളുടെ ഭർത്താവിന്റെ മാഹാത്മ്യം ദക്ഷനെ ഒട്ടൊന്ന് അഹങ്കാരിയാക്കുക തന്നെ ചെയ്തു. ആയിടയ്ക്ക് ഒരു നാൾ ദുർവാസാവ് മഹർഷി ജാംബുനദത്തിൽ വെച്ച് അവിടെ സ്ഥിതി ചെയ്യുന്ന ജഗദംബികയെ മായാബീജ മന്ത്രത്താൽ ധ്യാനിച്ചു തുടങ്ങി. മഹർഷിയുടെ അഗാധ ഭക്തിയും സമർപ്പണ ബോധവും മനസ്സിലാക്കിയ ദേവി സന്തുഷ്ടയായി തീർന്നു. ദേവി മഹർഷിക്ക് മുന്നിൽ പ്രതീക്ഷയായി ചോദിച്ചു, മഹർഷി, താങ്കളുടെ തപസ് ത്രിലോകങ്ങളിലും ആദരണീയം തന്നെ. ആത്മാർപ്പണത്തോടു കൂടിയ താങ്കളുടെ തപസ്സിൽ ഞാൻ തീർത്തും പ്രസന്നയാണ്. എന്തു വരമാണ് താങ്കൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? അമ്മേ, അവിടുത്തെ ദർശനം തന്നെ അപൂർവമായി മാത്രം സംഭവിക്കുന്നതാണ്. ആ അവസരം ലഭിച്ച ഞാൻ ത്രിലോകങ്ങളിലും വെച്ച് പുണ്യവാനാണെന്ന് വിശ്വസിക്കുന്നു. ദേവി അവിടുത്തെ ദർശിക്കുവാനും ആ മൃദുലമായ ആ വാക്കുകൾ ശ്രവിക്കുവാനും കഴിഞ്ഞാൽ പരം എന്തു വരമാണ് എനിക്ക് വേണ്ടത്? ദേവിയുടെ കാൽപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ദുർവാസാവ് മഹർഷി അപേക്ഷിച്ചു, അമ്മേ, അവിടുത്തെ കരുണ തുടർന്നും എന്നിലുണ്ടായാൽ ഞാൻ കൃതകൃതനായി തീരും. ദുർവാസാവിന്റെ നിസ്വാർത്ഥ മറുപടി ദേവിയെ പൂർവാധികം സന്തോഷിപ്പിച്ചു. മകനെ, നീ പ്രപഞ്ചീയർക്കെല്ലാം മാതൃകയാണ്. സ്വാർത്ഥ മോഹങ്ങൾക്കായി ദേവകൾ പോലും പരക്കം പായുമ്പോൾ താങ്കൾ അതിൽ നിന്നും വിഭിന്നമായ പാത സ്വീകരിച്ച് എന്നെ ആനന്ദിപ്പിക്കുന്നു എന്നിങ്ങനെ അരുളി ചെയ്തുകൊണ്ട് ദേവി തന്റെ കഴുത്തിൽ അണിഞ്ഞിരുന്ന വിശിഷ്ടമായ പുഷ്പഹാരം മഹർഷിക്ക് സമ്മാനിച്ച ശേഷം അപ്രത്യക്ഷയായി. മഹർഷി ഭക്തിപൂർവം പൂന്തേൻ പ്രവിക്കുന്നതും സുഗന്ധവാഹിയുമായ ആ ഹാരം ശിരസിൽ ചൂടിക്കൊണ്ട് ആകാശമാർഗം ദക്ഷ പ്രജാപതിയുടെ കൊട്ടാരത്തിൽ വന്നു ചേർന്നു. പ്രജാപതി മഹർഷിയുടെ സസ്വദുകം ചെയ്തുകൊണ്ട് പറഞ്ഞു, മഹർഷി, അവിടുത്തെ പാദസ്പർശത്താൽ ഈ ഗ്രഹം സമ്പന്നമായി തീർന്നിരിക്കുന്നു. അനന്തരം മഹർഷിയുടെ പാദങ്ങൾ കഴുകി അദ്ദേഹത്തെ ദക്ഷ പ്രജാപതി സിംഹാസനത്തിലിരുത്തി. മഹർഷിയുടെ വിശ്രമത്തിലും സുഖസൗകര്യത്തിലും ദക്ഷ പ്രജാപതിയും പത്നിയും അത്യന്തം ശ്രദ്ധാലുക്കളായി. ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ദുർവാസാവ് മഹർഷി യാത്രയായി. പോകുന്നതിനു മുമ്പായി ദേവി തനിക്ക് നൽകിയ വിശിഷ്ട ഹായ് ദക്ഷിണ നൽകിയിട്ടുള്ള മഹർഷി പറഞ്ഞു, പ്രജാപതി, അവിടുത്തെ ശുശ്രൂഷയിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. എൻ്റെ ആകാംക്ഷമായ ഭക്തിയിൽ മനം നിറഞ്ഞ ദേവി നൽകിയ വിശിഷ്ട ഹാരം ഞാൻ താങ്കൾക്ക് നൽകുന്നു. യഥാവധി ഈ ദിവ്യഹാരത്തെ പൂജിക്കുക. സൗഭാഗ്യം താങ്കളെ തേടി വരുന്നതായിരിക്കും. ദക്ഷനും ഭക്തിയും ആദരവോടെ പുഷ്പമാല്യം സ്വീകരിച്ചു. അനന്തരം അദ്ദേഹം അതിയായ ആനന്ദത്തോടെ ആ പുഷ്പമാല്യം തൻ്റെ ശയനമുറിയിൽ ചാർത്തി. രാത്രിയിൽ ദക്ഷൻ നിദ്രയ്ക്കായി തൻ്റെ ശയനമുറിയിലെത്തി. പുഷ്പഹാരത്തിൽ നിന്നും വഴിഞ്ഞൊഴുകുന്ന അലൗകിക സൗഗന്ധം ദക്ഷനെ പ്രണയപരവശനാക്കി തീർത്തു. ആ സുഗന്ധത്തിൽ ലയിച്ച ദക്ഷൻ തൻ്റെ പത്നിയുമായി ക്രീഡിച്ചു. പരിശുദ്ധവും പരിപാവനവുമായ പുഷ്പഹാരത്തിന്റെ സാന്നിധ്യത്തിൽ ദക്ഷൻ ക്രീഡിച്ചതോടെ ഹാരം അശുദ്ധമായി തീർന്നു. ആ ഫലമുണ്ടായ പാപം ദക്ഷനെ ബാധിച്ചു. ഇതോടുകൂടി ദക്ഷന് തൻ്റെ പ്രിയ ജാമാതാവായ പരമശിവനോട് വെറുപ്പും വിദ്വേഷവും ജനിക്കുവാൻ തുടങ്ങി. ദക്ഷ പ്രജാപതിക്ക് പരമശിവനോടുള്ള അനിഷ്ടം അനുദിനം വർദ്ധിച്ചു വന്നു. ഭഗവാനെ അവസരം കിട്ടുമ്പോഴൊക്കെ അപമാനിക്കുന്നതിൽ ദക്ഷൻ തൽപരനായി തീർന്നു. ഭഗവാൻ പരമശിവന് തന്റെ പ്രതാപവുമായി ചേർന്നു പോകുവാനുള്ള യോഗ്യതയില്ലെന്ന് തോന്നൽ ദക്ഷ പ്രജാപതിക്കുണ്ടായി. മകളെ പരമശിവന് നൽകിയത് തന്റെ ബുദ്ധിമോശമായെന്ന് ദക്ഷൻ തുറന്നു പ്രസ്താവിക്കുകയും ചെയ്തു. ദക്ഷ പ്രജാപതിയുടെ അനിഷ്ടം മനസ്സിലാക്കിയ പരമശിവൻ തന്റെ ഭക്തിയുമായി കൈലാസത്തിൽ വാസമാക്കി. തുടരും.